അടിമത്തത്തിൽ കിടന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അതിനെ പരമോന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ അതിന്റെ പിന്നിൽ അസാധ്യ പരിശ്രമം നടത്തിയ ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അടിമത്തം നിറഞ്ഞ സ്വാതന്ത്ര്യമില്ലാതെ കടന്ന ഇന്ത്യ മഹാരാജ്യത്തെ 1947 ഒരു അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നമ്മുടെ അകതാരിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. ഒരുപാട് പ്രശ്നകരിതമായ അടിമത്തം നിറഞ്ഞ സ്വാതന്ത്ര്യമില്ലാതെ ഇരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരുപറ്റം ജനത, ഒരുപറ്റം മഹാരഥന്മാർ അവർ കരം കോർത്തു പിടിച്ചുകൊണ്ട്, നെഞ്ചും നെറ്റിയും കൊടുത്ത് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് തീതെത്തുന്ന ബ്രിട്ടീഷിന്റെ തോക്കിന്റെ മുൻപിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ആയുധ സൈന്യത്തിൽ നിന്ന്, ആയുധമായ അതിന്റെ മുമ്പിൽ നിന്ന് ഇന്ത്യ എന്ന പരമോന്നത രാജ്യത്തെ വീണ്ടെടുക്കുവാൻ അശാന്ത പരിശ്രമം നടത്തിയ ഒരുപാട് മഹത് വ്യക്തികളെ നമ്മൾ ഈ നിമിഷം ഓർക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഈ നിമിഷത്തിൽ ത്രിവർണ്ണ പതാക ഇങ്ങനെ ആഞ്ഞു വീശുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ചോരപ്പുഴകൾ ഒഴുക്കിയ മഹാരഥന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ, നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മളത് വായിച്ചും പഠിച്ചും ചരിത്രമൊക്കെ പരിശോധിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന പരമോന്നത രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി, പരമപ്രധാനമായി ഇന്ന് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഇന്നത്തെ സംഭവവികാസങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അവനെ പിന്തള്ളുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റിന് സമാനമായി, ഒരു തിരക്ക് സമാനമായി മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട്, അവന്റെ സ്വാതന്ത്ര്യത്തെ തച്ചുടച്ചുകൊണ്ട്, അവന്റെ ജീവിതത്തെ ആകമാനം മറിച്ചുകൊണ്ട് ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, പ്രശ്നകരിതമായ ഒരവസ്ഥയിലാണ് നമ്മുടെ കേരള സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണ്? യഥാർത്ഥമായ വിമോചനം എന്താണ്? യഥാർത്ഥമായ ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്താണെന്നുള്ള ആത്യന്തികമായ ഒരു കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്? മതത്തിന്റെ മതിൽക്കെട്ടിൽ നിന്നാണോ? അത് സാംസ്കാരികമായ ഏതെങ്കിലും ഉന്നമനിൽ നിന്നാണോ? അല്ലെങ്കിൽ സാമ്പത്തികമായ മുന്നേറ്റമാണോ? പക്ഷേ വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അധീനയിൽ നിന്ന്, പാപത്തിന്റെ ചെളിക്കൂമ്പിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പദ്ധതിയിലേക്ക്, ആ നിത്യ രാജ്യത്തിലേക്ക്, ആ രക്ഷയുടെ ദൗത്യത്തിലേക്ക് മനുഷ്യനെ വഴികാട്ടുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് വിളിച്ചു പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. പുത്രൻ വരുത്തിയ സ്വാതന്ത്ര്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്താണ്? ആത്യന്തികമായി മനുഷ്യന് സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ വഞ്ചനയിൽ നിന്ന്, പാപത്തിന്റെ അധാർമികതയിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, വഴിവിട്ട ജീവിതത്തിൽ നിന്ന്, കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് മനുഷ്യനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം, ആ രക്ഷണ്യ പദ്ധതി, പുത്രനൊരുക്കിയ സ്വാതന്ത്ര്യം, ഒരു രാത്രിയിൽ ഇന്ത്യ എന്ന പരമോന്നത രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ചപ്പോൾ ഒരു അർദ്ധരാത്രിക്ക് സമാനമായി ചന്ദ്ര